സുഹേലിയും അതിനിടയിൽ അതെങ്ങനെ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നു എന്ന് ആലോചിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ജർമ്മൻ ചാൻസലറുടെ ഒരു പ്രസ്താവന കൂടി വരുന്നുണ്ട്. അദ്ദേഹം വൈറ്റ് ഹൗസിൽ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് ലോക സാമ്പത്തിക മേഖലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൂടി വരുന്നുണ്ട്. ഈ അമേരിക്കൻ നിലപാടിനെ ഒരു തരത്തിൽ പിന്തുണയ്ക്കുമ്പോഴും ഈ അധികം നീണ്ടുപോകാൻ പാടില്ല ഈ ആക്രമണം എന്നുള്ള ജർമ്മൻ നിലപാടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ലോകത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന കൂടി വരുന്നുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കണ്ടതാണല്ലോ. അപ്പോൾ ഒരു തരത്തിൽ അമേരിക്കയെ അനുകൂലിക്കുമ്പോഴും ഇത് നീണ്ടുപോയാൽ അത് ലോകത്തെ അപ്പാടെ ബാധിക്കുമെന്നുള്ള ആശങ്കയല്ലേ ജർമ്മനിയും ഇപ്പോൾ അറിയിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെ ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സുഹേൽ, തീർച്ചയായും ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ഏറ്റവും ഒടുക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൊട്ടടുത്ത് വലത്തേ ഭാഗത്തിരുന്ന ആളാണ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ്. ആ സമയത്തൊക്കെ ട്രംപ് പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു. യുദ്ധം തുടരും, ആത്യന്തികമായ ലക്ഷ്യം നേടുന്നവരെ യുദ്ധം തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചപ്പോഴെങ്കിലും ഫ്രെഡറിക് മേഴ്സ് കാര്യം പറയുന്നുണ്ട്. കാരണം ഇത് ആഗോള സാമ്പത്തികത്തെ ബാധിക്കും. അതുതന്നെയാണ് ഓരോ രാജ്യങ്ങൾക്കും നമ്മൾക്കറിയുന്ന പോലെ തന്നെ ആദ്യാന്ത്യം ഏറ്റവും പ്രധാനം പണമാണ്, സമ്പത്താണ്. ആ സമ്പത്തിലേക്ക് കോട്ടം തട്ടുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ട്രംപ് യുദ്ധം തുടരുമെന്ന് ഫ്രെഡറിക് മേഴ്സിന്റെ തൊട്ടടുത്ത് നിന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇനി ഈ ഒരൊറ്റ പ്രശ്നത്തിന് മേൽ പുറത്തേക്ക് വരും, അവരുടെ പ്രതികരണങ്ങൾ നടത്തും. അത് യുദ്ധം തുടരട്ടെ, ആത്യന്തിക ലക്ഷ്യം നിറവേറട്ടെ, അമേരിക്കയെ പിന്തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല. അമേരിക്കയെ നാറ്റോ അലയൻസ് ആയതുകൊണ്ട് പിന്തുണയ്ക്കേണ്ടി വരും. പിന്തുണച്ചാലും കാര്യമുള്ളതുപോലെയാണ് ഫ്രെഡറിക് മേഴ്സ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്, അതിന്റെ അലയലുകൾ തുടങ്ങിയിട്ടുണ്ട്. ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നാച്ചുറൽ ഗ്യാസിന്റെ വില 40% കൂടിയിട്ടുണ്ട്. 40% എന്ന് പറയുമ്പോൾ ചെറുകൂടലല്ല. ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം തുടങ്ങിയതിന്റെ പേരിൽ പാചകവാതകത്തിന് വില കൂടുക, അതിനപ്പുറം നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചാണ് അവിടെ അധിക വൈദ്യുതി നിലയങ്ങളും പ്രവർത്തിക്കുന്നത്. സ്വാഭാവികം വൈദ്യുതിക്ക് വില കൂടുക, ഇതെല്ലാം ആത്യന്തികമായിട്ട് പ്രഹരമേൽക്കുന്ന അവിടുത്തെ ജനതയ്ക്കാണ്. അതായത് യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രത്തെ ഒരു ജനതയ്ക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ അവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും. അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മാത്രമല്ല, അധികം വൈകാതെ എല്ലാ രാജ്യങ്ങളെയും അത് ബാധിച്ചു തുടങ്ങും. അങ്ങനെ ഒരു ബാധിക്കലുണ്ടായാൽ അതാത് രാജ്യത്തെ ജനങ്ങളിൽ നിന്നൊരു പ്രഷർ ഉണ്ടാകും വിലക്കയറ്റത്തിന്റെ ആത്യന്തികമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ യുദ്ധമെന്ന് ഭരണകർത്താക്കൾക്ക് ജനങ്ങളോട് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു സമ്മർദ്ദം അതാത് രാഷ്ട്രതലവന്മാർക്ക് ഉണ്ടാകും. ആ സമ്മർദ്ദം ഉണ്ടാക്കുക തന്നെയാണ് ഇറാന്റെ കയ്യിൽ അവസാനത്തെ അസ്ത്രം. അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കിയാൽ മാത്രമേ അമേരിക്ക നിലവിൽ പിന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും ഫ്രെഡറിക് മേഴ്സ് പറയുന്നത് വസ്തുതയാണ്. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ തന്നെ 10%-ലേറെ കയറി 80 ബാരലായിട്ടുണ്ട്. കഴിഞ്ഞ തവണ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ 140-ലെത്തിയ ക്രൂഡ് വിലയാണ് പിന്നീട് 60-ലേക്കും 50-ലേക്കും ചുരുങ്ങുന്നത്. അത് പതിയെ ക്ലച്ച് പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. പഴയ നിലയിലേക്ക് 140-ലേക്ക് പോയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും, കുറഞ്ഞ എണ്ണ നൽകാൻ. അത് പണപ്പെരുപ്പത്തിന് കാരണമാകും. അതേപോലെ അതാത് രാജ്യങ്ങളുടെ മൂല്യത്തകർച്ച, പണത്തിന്റെ മൂല്യത്തകർച്ച ഉണ്ടാകും. ഡോളറിന് വലിയ രീതിയിലുള്ള മൂല്യ വളർച്ചയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അതാത് രാജ്യങ്ങളുടെ പണപ്പെരുപ്പത്തിലേക്കടക്കം വിലക്കയറ്റത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുക അത്ര സുഖകരമായിരിക്കില്ല ലോകരാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഫ്രെഡറിക് മേഴ്സ് നിലവിൽ US ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുക്കം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് നിന്ന് യുദ്ധം തുടരുമെന്നൊക്കെ കേട്ട് നിന്ന ആളാണ്. ആ പ്രസംഗം കഴിഞ്ഞ തൊട്ടുടൻ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് പറയുമ്പോൾ ഓരോ രാഷ്ട്രതലവന്മാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. ഇനി യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഒടുക്കം റഷ്യയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. സംയമനം പാലിക്കണമെന്ന് ഇസ്രായേലിനോട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സമാധാനത്തിലേക്കുള്ള നീക്കുപോക്കാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനപ്പുറത്ത് പക്ഷം പിടിക്കലാവാതിരിക്കട്ടെ. കാരണം തൊട്ടു മുമ്പ് ചൈനയും സമാനമായി ഇറാനോട് പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തണം. ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് വെടിനിർത്തണം, അതായത് ഇറാന്റെ മേലുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനും സമാനമായ രീതിയിൽ ഈ കളി അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. അതായത് റഷ്യയും ചൈനയും ഒരുപോലെ ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നു, സംയമനം പാലിക്കണമെന്ന് പറയുന്നു. ഇത് സമാധാനത്തിലുള്ള വിളികളാവട്ടെ, അതിനപ്പുറത്തേക്ക് പക്ഷം പിടിക്കലാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. നമുക്ക് വരുന്ന മണിക്കൂർ നിർണായകമാണ്. 4 ദിവസമായി തുടരുന്ന യുദ്ധമാണ്. 4 ദിവസമായി യുദ്ധം തുടരുമെന്ന് പറയുമ്പോൾ യുദ്ധം നടത്തുന്ന രാജ്യങ്ങൾക്കെല്ലാം അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ദിനവും യുദ്ധം നടത്താൻ ലക്ഷം കോടിക്കണക്കിന് രൂപ, അതായത് 2 ലക്ഷം കോടിക്കണക്കിന് രൂപയാണ് ഇതുവരെയൊക്കെ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ചെലവ് വരുന്നു, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ചെലവ് വരുന്നു. കാരണം ഓരോ ആയുധവും അത്ര വിലപിടിപ്പുള്ളതാണ്. അങ്ങനെ 4-5 ദിവസമൊക്കെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അതാത് രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം നിന്ന് അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധി
ഇറക്കുമതിക്ക് ഉപയോഗിക്കുന്ന പണം കൂടി സൈനിക ശേഷിക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് വലിയ പ്രത്യാഘാതം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അടക്കം കോട്ടം തട്ടും ഭാവിയിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം കൂടി അതായത് രാജ്യങ്ങൾക്കുണ്ട്. കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക അത്ര സുഖകരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വേഗം ഇതിനൊരു പരിഹാരം വേണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ പല രീതിയിൽ പുറത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അത് അപലപന പോസ്റ്റുകളാണെങ്കിലും മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുന്ന പോസ്റ്റുകളുമാണെങ്കിലും ഒക്കെ 4 ദിവസത്തിന് ശേഷം വരുന്ന അത്തരം വാർത്തകൾ യുദ്ധമുഖത്തെ അല്പം ആശ്വാസ വാർത്തയാണ്. അത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാകുന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ഡോക്ടർ ഉമേഷ്. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ അല്പസം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനമുണ്ട് ട്രംപിന്റെ. തൊട്ടടുത്ത് ജർമ്മൻ ചാൻസലർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്, ദിസ് ഈസ് ട്രൂ ഫോർ ദ ഓയിൽ പ്രൈസസ് ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ ദ ഗ്യാസ് പ്രൈസസ് as well. So that is the reason why we all hope that this war will come to an end as soon as possible എന്നാണ് ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ വില, എണ്ണവില അത് ഉയരുന്ന ഒരു സാഹചര്യം, അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് എത്രയും വേഗത്തിൽ ഈ യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് തങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജർമ്മൻ ചാൻസലറുടെ പ്രസ്താവന വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.